ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. സർഗം കിച്ചണിൽ നമുക്ക് പാൽപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു ചായ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൽപ്പൊടി എടുക്കണം. പിന്നെ അളവുകളൊക്കെ ഞാൻ പറയാം. പിന്നെ ഈ പാൽപ്പൊടി ഇളം ചൂടുള്ള വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ ഇത്തിരി അധികം വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. അപ്പം തന്നെ പാൽപ്പൊടി പകുതി വേവും ചെയ്യും. പിന്നെ നമ്മുടെ കട്ടകൊന്നും കുത്താണ്ട് കിട്ടും ചെയ്യും. നമുക്ക് അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പാൽപ്പൊടിയുടെ ചായ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പാൽപ്പൊടി കൊണ്ടുള്ള ചായ എങ്ങനെയാണ് നല്ല ടേസ്റ്റോടുകൂടി തയ്യാറാക്കാൻ നോക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഉണ്ട്. 2-3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രം വെക്കണം ചായ തയ്യാറാക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ സാധാരണ ഗ്ലാസ് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അത് നമുക്ക് വീഴ്ത്താം. 2 കപ്പ് വെള്ളം വീത്തിയിട്ടുണ്ട്. വെള്ളം ഒരു 2 ടേബിൾ സ്പൂണോളം അധികം നിൽക്കണം. അത് ആ നല്ല ചൂടുള്ള വെള്ളത്തിൽ വേണം നമുക്ക് പാൽപ്പൊടി കലക്കാനായിട്ട്. നല്ല ഇളം ചൂട് വരുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പാൽപ്പൊടിയിലേക്ക് കലക്കിയെടുക്കണം. തണുത്ത വെള്ളത്തിൽ കലക്കിയത് അത്ര ടേസ്റ്റ് കിട്ടില്ല. അതാണ് അതിൻ്റെ പാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്. പാൽപ്പൊടിയിൽ നല്ല ചൂടുള്ള വെള്ളം വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. വെള്ളം ചൂടായത് നമുക്ക് ഈ പാൽപ്പൊടിയിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് കലക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഒരു പകുതി വേവ് പാൽപ്പൊടിയിൽ ഇതിൽ കഴിയും. ആ സമയത്ത് നമുക്ക് ഈ വെള്ളം തിളച്ചതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് 3 ചേർക്കാം. അപ്പോൾ അതിങ്ങനെ തിളച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട് ആ സമയത്ത് നമുക്ക് ഈ പാൽപ്പൊടി ഇങ്ങനെയൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ പാൽപ്പൊടി ഇങ്ങനെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. കട്ട കുത്താതെ നല്ലോണം ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരും ചെയ്യും. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർക്കാം. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. തീ ഒന്ന് ചുരുക്കിയിടണം. ചുരുക്കിയിട്ടിട്ട് ഒന്ന് തിളച്ചൊന്ന് 2 മിനിറ്റ് ചുരുക്കിയിട്ടിട്ട് കിടക്കണം. പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട്. തീ സിമ്മിലിട്ടിട്ട് ഒരു 3 മിനിറ്റോളം അതിങ്ങനെ തിളച്ച് നിൽക്കണം. നല്ല കയ്യിലുകൊണ്ടൊന്നിങ്ങനെ നമുക്ക് തിളച്ച് പോവാണ്ട് പുറത്തേക്ക് പോവാണ്ട് ഇങ്ങനെ ഇളക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ നല്ല പാൽപ്പൊടി കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചായ തയ്യാറാക്കാം. പിന്നെ ചായ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3 ട്രിപ്പെങ്കിലും ഒന്നിങ്ങനെ ആറ്റണം. നല്ല വലിയ കപ്പിൽ നല്ലോണം ഒന്ന് ആറ്റിയെടുക്കണം. അപ്പോഴാണ് ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാൽപ്പൊടിയും ചായപ്പൊടിയും പിന്നെ പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വലിയ കപ്പിലിട്ടിട്ട് ഒരു 3 ട്രിപ്പ് ആറ്റാം. ആറ്റണതിനനുസരിച്ചിട്ടാണ് ചായയുടെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ചായ അരിച്ചെടുക്കാം. ഏകദേശം ഇങ്ങനെ ആറ്റുമ്പോൾ തന്നെ പൊടി അതിലേക്ക് ഊറി വന്നിട്ടുണ്ടാവും ചായപ്പൊടി.
നമ്മുടെ ചായ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല കടുപ്പുള്ള സ്ട്രോങ് ചായയാണിത്. നല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങാനും ചെയ്യാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.